നിങ്ങൾ ഈ ബിസിനസ് ക്ലാസ്സുകളിലൊക്കെ പോയാലേ, ഞാൻ ഈ ബിസിനസ് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട് ഈ ബിസിനസ് ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ്, ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആളുകൾ റിസ്ക് എടുത്തിട്ടുള്ള ആളുകളാണ്. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജീവിതത്തിൽ റിസ്ക് എടുത്തവൻ മാത്രമേ രക്ഷപ്പെടൂ. എന്നാൽ പിന്നെ റിസ്ക് എടുത്ത് ട്രെയിനിൻ്റെ മുന്നിൽ ചാടും. ജീവിതത്തിൽ റിസ്ക് എടുത്ത ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ റിസ്ക് എടുത്ത് രക്ഷപ്പെട്ടുള്ള ഒരാളുടെ കഥ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ അയാളെടുത്ത റിസ്ക് എന്തായിരുന്നു നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ജീവിതത്തിൽ റിസ്ക് എടുക്കണം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ ഇപ്പോൾ പറയും, എല്ലാവരും പറയും ഇതൊരു സ്കൂളിൻ്റെ കഥയാണ്. ഈ സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് റിസ്ക് എടുക്കാൻ പറ്റുക? ഡിഗ്രി കഴിഞ്ഞിട്ട് ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങുന്നു, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. ഡിഗ്രി ആയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന പ്രത്യേക റിസ്ക് ഒന്നുമില്ല. ഉണ്ടോ? റിസ്ക് എടുക്കുക അല്ല ചെയ്യുക. ഈ ബാർബി പാക്കർ എന്ന് പറയുന്ന അമേരിക്കയിലെ വളരെ പ്രസിദ്ധരായ 2 കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇവരുടെ കഥ തന്നെ എല്ലാ കാലത്തും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കഥയാണ്. ഈ കഥയ്ക്ക് പ്രത്യേകിച്ച് വലിയ ബാർബി പാക്കർ എന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്റ്റിക്കൽസ് ഓൺലൈനിൽ വിൽക്കുന്ന കമ്പനികളിലൊന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് ഇന്ത്യയിൽ പ്രസൻസ് ഇല്ല. അപ്പോൾ ഒരിക്കലും ഇവർക്ക് തോന്നി, ഇവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തുകൊണ്ട് ഗ്ലാസ് മാത്രം ഓൺലൈനിൽ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഓൺലൈനിൽ തുടങ്ങുകയും ചെയ്ത ഒരു കമ്പനിയാണ്. പക്ഷേ ഞാൻ ഇവരുടെ കഥ നിങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം, ഇവർ ഈ കമ്പനി തുടങ്ങിയിട്ട് ഈ കമ്പനി സക്സസ്ഫുൾ ആവുന്നവരെ വേറെ പണിയെടുത്ത ആളുകളായിരുന്നു. ഇവരാരും ജോലി രാജിവെച്ച് വന്നു എന്ന് പറയും. പിന്നെ ഞാൻ ഈ കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്കമ്മ്യൂണിക്കേഷനും കൂടി ഞാൻ പറയാം. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്. ഇപ്പോൾ ബിൽഗേറ്റ്സിനെ നമ്മൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്നാണ് പറയാം, അല്ലേ? ബിൽഗേറ്റ്സിനെയും സ്റ്റീവ് ജോബ്സിനെയൊക്കെ നമ്മൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്നാണ് പറയാം. പക്ഷെ ഇവർ ഡ്രോപ്പ് ഔട്ട് ആയത് കോളേജ് ഏതാ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഇവർ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ അവസാനത്തെ പരീക്ഷ എഴുതാതെ പോയിന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇവരാരും കോളേജിൽ പോകാതെ പഠിക്കാത്ത കുട്ടികളായിരുന്നില്ല. ബിൽഗേറ്റ്സ് ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ച ആളല്ല. കഴിഞ്ഞ ദിവസം വാഴ 2 കണ്ടു. ഒന്നിനും കൊള്ളാവാത്തവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ കേരളത്തിലുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ കേരളത്തിൽ? ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി ആലോചിക്കേണ്ടത്, നിങ്ങളെപ്പോഴും ഇത്തരം സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കും ഇവിടെ എത്താൻ പറ്റും എന്നെൻ്റെ ഉള്ളിലെ അപകർഷതാബോധത്തെ അഡ്ജസ്റ്റ് ചെയ്യൽ മാത്രമാണ്. ഒരു IAS കാരൻ്റെ കഥ കണ്ടാൽ എനിക്കവിടെ എത്താൻ പറ്റില്ല. ഈ വാഴേൻ്റെ കഥയ്ക്ക് ആർക്കും ആവാം. നിങ്ങൾ ബിൽഗേറ്റ്സ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ് എന്ന് പറയുന്നിട്ട് അതിൽ സന്തോഷിച്ചിട്ട് ഒരു കാര്യമില്ല. പുള്ളി ഡ്രോപ്പ് ഔട്ട് ആയത് ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ നിന്നാണ്. ബിൽഗേറ്റ്സ് മാരകമായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ബിൽഗേറ്റ്സ് ഒരു ദിവസം ഒരു വീക്കിൽ 2 പുസ്തകം വെച്ച് ഇപ്പോഴും വായിക്കുന്ന ആളാണ് ബിൽഗേറ്റ്സ്. നിങ്ങൾ എലൻ മസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പൈസ വാങ്ങുന്ന എലൻ മസ്ക് എന്ന മനുഷ്യൻ ചൈനയിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് വായിച്ചു തീർത്ത പുസ്തകങ്ങൾ കൊണ്ടാണ് എലൻ മസ്ക് ആയത്. പുസ്തകം വായിച്ച് റോക്കറ്റ് ഉണ്ടാക്കിയ മനുഷ്യനാണ് എലൻ മസ്ക്. പുസ്തകം വായിച്ച് റോക്കറ്റ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നിട്ട് നമ്മൾ വാഴ 2 ആഘോഷിച്ച് നടക്കുകയാണ്. അതിന് കൈയടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൈയടിച്ച് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ റിസ്ക് എടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സ്റ്റാൻഫോർഡിൽ പോയി പഠിക്കണം, നിങ്ങൾ IIM പഠിക്കാൻ നോക്കണം. എന്നിട്ട് അതേമിട്ട് IIM ഇട്ടിച്ച് പോരാ, അതൊരു രസമല്ലേ? അതിലൊരു ഹീറോയിസ് ഉണ്ട് ഇല്ലേ? IIM പഠിച്ചിട്ട് എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നതിലൊരു ഹീറോയിസ് ഉണ്ട്. IIM കിട്ടാതെ മറ്റേ IIM കഥ പറയുന്ന കഥയൊന്നുമില്ല. സോ റിസ്ക് എടുക്കുകയല്ല വേണ്ടത്, നിങ്ങൾ പ്രാക്ടിക്കലായി പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്.